നമസ്കാരം. നമ്മുടെ പത്തനാപുരംകാര് അവർ വളരെയധികം ആത്മാർത്ഥമായിട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഗണേഷ് കുമാർ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ അവിഹിതം വാർത്ത ഇന്നലെ മുഴുവൻ പരക്കെ പരന്ന ഒരു വാർത്തയാണ്. അത് വേറെ ആരുമല്ല ഇത് പൊക്കിയിരിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ ഭാര്യ തന്നെയാണ് ഈ ഒരു കാഴ്ച കാണാനിടയാവുകയും അവര് എല്ലാവരോടും വിളിച്ചു പറയാൻ ഇടയാക്കുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വളരെ വാർത്ത പരക്കെ പരന്നിരിക്കുമ്പോഴത്തേക്കിന് ഇദ്ദേഹം പാർട്ടിയിൽ ഇദ്ദേഹം ഒരു മന്ത്രിയാണ്, കേരളത്തിന്റെ ഒരു മന്ത്രിയാണ്. ആ സ്ഥാനത്തേക്ക് ഇനിയും തുടരാൻ അർഹനല്ല എന്നുള്ള രീതിയിലുള്ള വളരെ വിവാദങ്ങൾ ഉണ്ടായി. ഇടതുപക്ഷം ആകെ കൊടുമ്പിരി കൊണ്ടു. ഈ ഒരു വിഷയം വളരെയധികം ഇനി ചർച്ചയാവുകയാണെങ്കിൽ, പ്രശ്നങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇദ്ദേഹം രാജിവെക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നു. രാജിയുടെ വക്കിലെത്തിയ സമയത്താണ് ഇദ്ദേഹത്തിന്റെ കുതന്ത്രം എന്തായാലും എന്തായാലും രാഷ്ട്രീയക്കാരാണല്ലോ, തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ നല്ല വശമുള്ള ഒരു വ്യക്തിയാണ്. അല്ലെ തന്നെ ഈ അവിഹിതം പൊക്കിയപ്പോൾ മീഡിയക്കാരുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കുന്ന ആ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്ന ആ തൊലിക്കെട്ടി എങ്ങനെ ഇല്ലാതെ വരും? കാരണം ഇയാൾക്കിതൊരു ഇയാൾക്കൊരു വീക്ക്നെസ് ആണ്. കാരണം ആദ്യത്തെ ഭാര്യയായ യാമിനി തങ്കച്ചിയെ ഇയാളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ മെയിൻ കാരണം ഇയാളുടെ ഈ ദുർനടപ്പ് അവിഹിതമാണ്. അതിനുശേഷം പിന്നീട് സോളാർ സരിത, ആ പുള്ളിക്കാരത്തിയെ വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞ് കൂടത്തിൽ കൊണ്ടുവന്ന് വയറ്റിലൊരു കൊച്ചുമൊക്കെ ആക്കി അതിനുശേഷം അവരെയും വേണ്ടെന്ന് വെച്ചു. പിന്നീട് ഇപ്പം ഈ യാമിനി തങ്കച്ചിയുടെ ആ ഒരു സ്ഥാനത്തേക്ക് കടന്നു വന്നതാണ് ഇപ്പോഴത്തെ ബിന്ദു മേനൻ എന്ന് പറഞ്ഞ ഈ രണ്ടാം ഭാര്യ അയക്കുന്ന ഈ സ്ത്രീയെ. അപ്പോൾ ഈ പുള്ളിക്ക് ഇങ്ങനത്തെയുള്ള ഒരു മുൻകാല ചരിത്രമുള്ളതാണ്. അങ്ങനെയുള്ള ആ ആൾക്ക് ഇതൊക്കെ ഒരു പ്രശ്നമല്ല. കാരണം ഒരുപാട് നാറിയതാണ്. നാറിയതിൻ്റെ അങ്ങേറ്റം നാറിയിട്ടും അയാൾക്ക് യാതൊരു വിഷയമില്ല എന്നുള്ള ഒരു ലെവലിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു കൂസലുമില്ലാതെയാണ് മീഡിയക്കാരുടെ മുമ്പിൽ വന്നിട്ട് പ്രണയം എനിക്കുണ്ട്, 5 അല്ല 5000 പ്രണയം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അത് ഭയങ്കരം തന്നെയാണ്. അങ്ങനെയുള്ള ആ ഒരു വിഷയം ഭയങ്കരമായിട്ട് ചർച്ച നടന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. രാജിയുടെ വക്കിലേക്ക് എത്തി വന്നു. ഇപ്പോൾ രാജി വെക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഈ ഗണേഷ് കുമാർ ഈ ബിന്ദു മേനോന്റെ സഹോദരിയെ വിളിക്കുകയും പിന്നീട് ഒത്തുതീർപ്പിനുള്ള ചർച്ചയുണ്ടാവുകയും മാപ്പ് അപേക്ഷിക്കുകയൊക്കെ ചെയ്തു. അവസാന പടിയാണ് മാപ്പ്. ഈ ബിന്ദു മേനോൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ പറഞ്ഞായിരുന്നു, എന്നോടൊരു ക്ഷമ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അവിടെ കൊണ്ട് പ്രശ്നം ഒതുക്കിയേനെ, ഇങ്ങനെ ഞാൻ വിളിച്ചു പറയേണ്ടി വരികയായിരുന്നു. പക്ഷെ അന്നേരം ആ സ്ഥാനത്ത് എന്നെ പഴി ചാരുകയാണ് ഈ ഗണേഷ് കുമാർ ഉണ്ടായത്. അതുകൊണ്ടാണ് പിന്നീട് ഇവർക്ക് അരിശം വന്ന് ഇങ്ങനെ 112ലേക്ക് വിളിച്ചു പറയുകയും അതുപോലെ തന്നെ മീഡിയാസിൻ്റെ മുമ്പിൽ ഏഷ്യാനെറ്റിനോടാന്ന് തോന്നുന്നു ആദ്യമേ ഇവർ സംസാരിക്കുകയൊക്കെ ഉണ്ടായത്. ആ ഒരു പോയിന്റിലാണ് ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി പിടിച്ചിരിക്കുന്നത്. ക്ഷമ ചോദിച്ചിരുന്നെങ്കിൽ ബിന്ദു മേനോൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ ആ ഒരു ഇതിൽ തന്നെയാണ് അയാൾ അവസാന അടവ് 18ാമത്തെ അടവും അയാൾ പയറ്റിയേക്കുന്നത്. അത് ഏതായാലും സക്സസ് ആയിരിക്കുകയാണ്. ബിന്ദു മേനോന് മാപ്പ് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നം അവരെ ഒത്തു തീർപ്പാക്കാം എന്നുള്ള ഒരു ലെവലിൽ വന്നിരിക്കുകയാണ്. ഇത് ഒത്തു തീർപ്പാക്കി ഇതിൽ വന്നു. അവരൊരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി എല്ലാം പറഞ്ഞു, യാതൊരു പ്രശ്നവുമില്ല. ഭാര്യയും ഭർത്താവും വളരെയധികം വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന ലെവലിൽ വന്ന് നിൽക്കുന്ന, ജനങ്ങളെ പറ്റിക്കുന്ന ലെവലിൽ, ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ലെവലിൽ വന്ന് നിൽപ്പുണ്ട്. അതാ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്തായാലും ഇത്രത്തോളം ഇത്രത്തോളം അങ്ങേയറ്റം വിഷയമുണ്ടായി. അവരുടെ ബെഡ്റൂമിൽ, അവരുടെ ബെഡിൽ അവർ കിടക്കേണ്ട സ്ഥാനത്ത് വേറൊരു സ്ത്രീയാണ് ഇപ്പം വന്ന് കാണേണ്ടി വന്ന അവസ്ഥ ഒരു ഭാര്യയ്ക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് പറഞ്ഞാലും ആ ഒരു ഭാര്യയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഇവർക്ക് ചിലപ്പോൾ അംഗീകരിക്കാതിരിക്കും. കാരണം ഇവർ യാമിനി തങ്കച്ചി കിടക്കേണ്ട ബെഡിലാണ് ഈ സ്ത്രീ വന്ന് കയറി കിടന്നത്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് അതൊരു വിഷയമല്ല. അങ്ങനെ കയറി കൂടിയതാണല്ലോ ഈ ഒരു സ്ത്രീ. അപ്പോൾ പിന്നെ അവർക്ക് ഇതൊരു വിഷയമല്ല. അവർക്ക് ഇതൊക്കെ കാണേണ്ടി സഹിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർ അത് ക്ഷമിച്ചിരിക്കുന്നു. ഈ ഒരു സ്ഥാനത്ത് യാമിനി തങ്കച്ചിയാണ് നമ്മൾ ഓർക്കുന്നത്. അതാണ് അഭിമാനമുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അവരിരിക്കേണ്ട സ്ഥാനത്ത് വേറൊരാൾ വന്ന് കയറി നിരങ്ങാൻ തുടങ്ങിയപ്പോൾ അവരുടെ അഭിമാനത്തെ അത് ബാധിച്ചു. കാരണം അന്തസ്സുള്ള ഒരു പെണ്ണുങ്ങൾ ആരും പിന്നീട് അങ്ങനെയുള്ളവൻ്റെ കൂട്ടത്തിൽ ജീവിക്കാൻ തയ്യാറാവുകയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവനെ വേണ്ട എന്നുള്ള ലെവലിൽ തന്നെ അവർ ഇയാളെ എത്ര പദവിയും പവറും ഉണ്ടായിക്കോട്ടെ, ആ ഒരു സ്ഥാനം വേണ്ട, ആ ഒരു ഭർത്താവ് എന്നുള്ള ഒരു സ്ഥാനത്തിന് ഇയാൾ അർഹനല്ല എന്ന് അവർക്ക് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൻ്റെ ഭാര്യ എന്നുള്ള ഒരു പദവിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുക തന്നെ ചെയ്തു. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു.
പക്ഷേ ആ ഒരു സ്ഥാനത്തേക്കാണ് ഈ ഒരു സ്ത്രീ വലിഞ്ഞു കയറി വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതൊരു വിഷയമല്ല. അതുകൊണ്ടാണ് അന്തസ്സുള്ള ഒരു പെണ്ണുങ്ങളും പിന്നീട് വന്ന് ഇതുപോലെ ലോകം മുഴുവനും അറിയിച്ചിട്ട് ഞാൻ എന്നോട് ക്ഷമ ചോദിച്ചു, ഞാനത് ക്ഷമിച്ചു എന്ന് ഈ ഒറ്റ ഒരു മണിക്കൂറുകൾ കൊണ്ട്, ഏതാണ്ട് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇവർ ആ ഒരു മാപ്പ് ഈ ഗണേഷ് കുമാറിൻ്റെ മാപ്പ് പറഞ്ഞപ്പോഴത്തേന് ഇവർ മാപ്പ് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് അവസാനത്തെ ഒരു കരുവായിട്ടാണ് ഗണേഷ് കുമാർ കണ്ടേക്കുന്നത്. കാരണം ഇനിയും തൻ്റെ രാഷ്ട്രീയ ഭാവിയെ ഇത് ബാധിക്കും. ഇനി ഇലക്ഷൻ വരാൻ പോകുന്ന സമയത്ത് ഇത് ഇങ്ങനൊരു വിഷയം വന്നു കഴിഞ്ഞാൽ തനിക്ക് ശരിയാവില്ല, ജനങ്ങളെല്ലാം തിരിയും എന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇത് അങ്ങേയറ്റം ഈ ഒരു വിഷയത്തെ കടുപ്പത്തിൽ തന്നെ ഏറ്റെടുക്കും എന്നുള്ളൊരു വിഷയം കൂടെ വന്നു. രാജിയിലേക്ക് പോകേണ്ടി വരും എന്നൊക്കെ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്കിന് ഗണേഷ് കുമാർ ഇറക്കിയ ഒരു അവസാനത്തെ തന്ത്രമാണ് ഈ മാപ്പ് ചോദിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് മാപ്പ് ചോദിച്ചു, ഇവർ ക്ഷമ കൊടുക്കുകയും ചെയ്തു. ഇനി ഇവരുടെ ജീവിതം എത്രത്തോളം സക്സസ് ആകുമെന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടത് തന്നെയുണ്ട്. കാരണം ഇവർ പറയുന്നുണ്ട്, ഈ ഒരു വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവർ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഇവർക്ക് നേരെയാണ്, ഇവർ സംശയരോഗമാണ്, അതുപോലെ തന്നെ ഇവർ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ കോളൊക്കെ പരിശോധിച്ചിട്ട് അവരുമായിട്ട് ഈ സ്ത്രീക്ക് ബന്ധമുണ്ടെന്നും പറഞ്ഞ് തൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇവരെ കുറ്റക്കാരിയാക്കിക്കൊണ്ടിരുന്ന ഉള്ള സംഭവങ്ങളൊക്കെ ഇവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ്റെ കൂട്ടത്തിൽ ഇനിയും ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഇവർക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ മനുഷ്യൻ്റെ മുൻകാല ചരിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പോലും മനസ്സിലാക്കിയാണ്, സ്വന്തം മകൻ്റെ സ്വഭാവം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം സരിത എന്ന് പറഞ്ഞ സ്ത്രീയിൽ കുട്ടിയുണ്ടായപ്പം ആ കുട്ടിക്ക് വരെയും ചെലവിന് കൊടുത്തിരിക്കുന്ന കഥകളൊക്കെ നമുക്കറിയാവുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അത്രത്തോളം ഉള്ള ഒരു നെഗറ്റീവ് ക്യാരക്ടർ തന്നെയാണ് ഈ ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും മാപ്പും കാര്യങ്ങളും ഒക്കെ കുറിച്ച് പുള്ളിക്കാരത്തി പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്, നമുക്കതൊന്ന് കേട്ടു നോക്കാം. ാണ് ഉറപ്പിച്ച രാജി ഒഴിവായത്. മന്ത്രിയുടെ ചില സുഹൃത്തുക്കളും ബിന്ദു മേനോനുമായി അനുനയ ചർച്ചകൾ നടത്തിയിരുന്നു. ക്ഷമാപണവും വിവാദം അവസാനിപ്പിക്കലുമൊക്കെ ബിന്ദു മേനോൻ തുറന്നു പറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ്. കുടുംബ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായി എന്ന് മന്ത്രി മുഖ്യമന്ത്രിയെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറിയിക്കുകയും ചെയ്തു. ഉറപ്പിച്ച രാജിയിലാണ് നാടകീയ കോംപ്രമൈസ്. രാവിലെ വാളകത്തെ വീട്ടിൽ നിന്നും ഗണേഷ് കുമാർ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങുമ്പോൾ രാജിയിൽ കനത്ത അഭ്യൂഹം. ആരോപണം ഗുരുതരമെന്ന വിലയിരുത്തലിലേക്ക് ഇടതു നേതൃത്വം കടന്നിരുന്നു. ഇതിനിടെയാണ് നിർണായക അനുനയ നീക്കത്തിന് ഗണേഷ് കുമാർ തയ്യാറായത്. ഇന്നലെ ഭാര്യയെ തള്ളിപ്പറഞ്ഞ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം തെറിക്കുന്ന നിലയിലേക്ക് വിവാദം വളർന്നതോടെ സമവായ ലൈനിലേക്ക് മാറി. ആദ്യം ഭാര്യയുടെ സഹോദരിയെ വിളിച്ച് ക്ഷമ ചോദിച്ചു. പിന്നാലെ ഭാര്യയെയും വിളിച്ച് ക്ഷമാപണം. ക്യാബിനറ്റ് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഒത്തുതീർപ്പ്. ഡെഫിനറ്റ്ലി എൻ്റെ അടുത്ത് പറഞ്ഞു, അത് നമുക്കിത് സോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ലേ കമലേഷ്, ആ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ ഒരു ഇന്റൻഷൻ അത് ആയിരുന്നില്ല. എന്റെ ഇനിയിപ്പോ പരാതിയായിട്ട് ഒന്നും തന്നെ മുന്നോട്ട് പോകുന്നില്ല. ഞാൻ അന്ന് പറഞ്ഞു പോലീസ് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇനി ഒരു പോലീസ് കംപ്ലൈന്റ് ഞാൻ എന്റെ വീട്ടിലല്ലേ, ഇനി ഞങ്ങൾ പറഞ്ഞു തീർത്ത് ഞങ്ങൾക്ക് ബിക്കോസ് ഞങ്ങൾ 13 years ആയി, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷെ അതുകൊണ്ട് ഞാൻ വിട്ടെറിഞ്ഞു പോവാൻ മാത്രം ഉള്ള ഒരു സംഭവമല്ല. ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുകൾ പറ്റും. പക്ഷെ ഒരു മിനിസ്റ്റർ ആയതുകൊണ്ട് അത് ലോകം മുഴുവൻ അറിഞ്ഞു. ഇതിലൊരു പ്രശ്നം, ഇത് കുടുംബ പ്രശ്നം പേഴ്സണലാണ്, മീഡിയ ഒക്കെ പുറത്താണ്. പക്ഷെ നിങ്ങളുടെ പ്രശ്നം മന്ത്രിയാണ്. ഇത് മന്ത്രിയുടെ ഭാര്യയ്ക്കൊരു ജസ്റ്റിസ് കിട്ടാത്ത ഒരു ഇഷ്യൂ ആണ് നമ്മളൊക്കെ ഹൈലൈറ്റ് ചെയ്തത്. ഈ പ്രണയം അപ്പുറത്തേക്ക് അത് ഇനി നിങ്ങളത് മന്ത്രി ക്ഷമാപണം നടത്തിയത് സെറ്റിൽ അത് പരിഹരിക്കും, നിങ്ങൾ കുടുംബത്തിൽ പരിഹരിക്കും എന്ന് പറയുമ്പോഴും മന്ത്രി പബ്ലിക്കിനോട് ക്ഷമാപണം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് വേണ്ടേ യഥാർത്ഥത്തിൽ? അതാ ഞാൻ ചോദിച്ചത്, അതും കൂടി വേണ്ടേ ഇക്കാര്യത്തിൽ? തോന്നുന്നില്ല. കാരണം ഞാനാണ് കൂടെ ജീവിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോട് ക്ഷമ ചോദിച്ചാൽ മതി. പക്ഷെ മന്ത്രി 5000 പ്രണയം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അങ്ങോട്ട് പിന്നെ അതിനപ്പുറത്തേക്ക് ഇതിൽ അന്നുണ്ടായ കേസുകളിലും പോലീസ് ഇടപെടാത്തതിലൊക്കെ അതിലൊക്കെ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഒരു പൊതുജനങ്ങളോടും ഇതേ രീതിയിൽ പ്രതികരിക്കണമെന്ന് ഒരു ഭാര്യ എന്ന നിലയിൽ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? അതോ കുടുംബപരമായി ഇതിനെ തീർക്കുക എന്നുള്ളതാണോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു റിവഞ്ച് എടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മന്ത്രിയുടെ എനിക്കുണ്ടായ അനുഭവം അത്രയും വ്യക്തമായിട്ട് അവർ ക്ലിയർ ആയിട്ട് മീഡിയാസിനോടും അതുപോലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെയൊക്കെ കേട്ടത്. കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു, അവർ ഈ വാളകത്തെ വീട്ടിലേക്ക് പ്രതീക്ഷിക്കാതെ ഓർക്കാപ്പുറത്ത് അവർ കയറി ചെന്നതാണ്, ആരോടും പറയാതെ. ചെന്നപ്പോഴത്തേക്കിനും താൻ കിടക്കേണ്ട ബെഡ്റൂമിൽ വേറൊരു സ്ത്രീയുമായിട്ട് മോശപ്പെട്ട ലെവലിൽ തൻ്റെ ഭർത്താവിനെ കണ്ടു. അത് തൻ്റെ ഫോണിൽ ഫോട്ടോ എടുത്തു. അപ്പോഴത്തേക്കിന് ഡ്രൈവറായിട്ടുള്ള ആൾ
വന്ന് അത് പിടിച്ചു മേടിക്കാൻ തുടങ്ങി. അത് എന്നിട്ട് അതിനുശേഷം ഇവരുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള മുൻ DGP ആയിരുന്ന ശ്രീലേഖയോട് വിവരം വിളിച്ചു പറയുകയും 112ലേക്ക് വിളിക്കാനെന്ന് പറയുകയും വിളിച്ചതിന് ശേഷം പോലീസ് വരികയും പോലീസ് വരുന്നതിന് മുമ്പായിട്ട് ഈ വീട്ടിലുണ്ടായിരുന്ന ആ സ്ത്രീയെ ഡ്രൈവർ കടത്തുകയും പിന്നീട് ഗണേഷ് കുമാർ മുറി അടച്ച് റൂമിനുള്ളിൽ ഇരിക്കുകയും ചെയ്ത ആ ഒരു കഥ കഥയല്ല സംഭവം പുള്ളിക്കാരത്തി പുള്ളി കൂടാതെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സംഭവമാണ്. അത്രയും അധികം നാറ്റക്കേസ് ഇവരുടെ കുടുംബത്തിലുണ്ടായിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് നേരത്തോട് നേരം ആകുന്നതിന് മുമ്പ് തന്നെ മാപ്പ് കൊടുത്തിരിക്കുകയും കൂടെ ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് പണം എന്ന് പറയുന്നത്, പണത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. പദവി, പണം, ഇതൊക്കെയാണ് ഈ സ്ത്രീയും ആഗ്രഹിക്കുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അഭിമാനമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ എന്തായാലും ഇത്രയധികം ഇങ്ങനെ ഒരു തന്നെ കബളിപ്പിച്ച തൻ്റെ ഭർത്താവ് തന്നെ സ്ഥിരമായിട്ട് ഇതുപോലെ ലെവലിൽ ഇതല്ല ഇതിനു മുമ്പും ഓരോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒന്ന് വന്ന് പറഞ്ഞു. പിന്നെ ഇവരെ ഓരോന്ന് താക്കീത് കൊടുത്ത് അങ്ങനെയുള്ള ലെവലിൽ കൊണ്ടുവന്ന് ഗണേഷ് കുമാർ ഇരുത്തിയിരിക്കുകയായിരുന്നു. ഇവർക്ക് സംശയരോഗമാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ കുറേ കുറ്റങ്ങൾ ഇവരുടെ വീട്ടുകാരോട് സഹിതം വിളിച്ചു പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് അത്രയും പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരുന്ന ഈ സ്ത്രീക്ക് ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴും ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴും താൻ വിളിച്ചു പറഞ്ഞപ്പോഴും തനിക്ക് വട്ടാണ് 112ലേക്ക് വിളിക്കുന്ന ആൾക്ക് വട്ടാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഗണേഷ് കുമാറിനെതിരായിട്ടാണ് ഈ സംഭവങ്ങൾ തെളിവ് സഹിതം തന്നെ ഫോണിലുണ്ട്, ഫോട്ടോയുണ്ട് എന്നെല്ലാം പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു നിമിഷം കൊണ്ട് ഭർത്താവ് മാപ്പ് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീയും ഈ ഒരു കുറ്റത്തിന് ക്ഷമിക്കുകയില്ല. കാരണം അഭിമാനമുള്ള അന്തസ്സുള്ള ഒരു പെണ്ണുങ്ങളും ഇങ്ങനെ ഒരു താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഇങ്ങനെ തന്നെ നിരന്തരമായിട്ട് ചതിക്കുകയാണ്, തൻ്റെ വീട്ടിൽ തന്നെ താൻ കിടക്കേണ്ട ബെഡ് ആ സ്ഥാനത്ത് വേറൊരു സ്ത്രീയെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ്, ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് കാണേണ്ടി വരുന്ന ആ ഒരു സ്ത്രീയുടെ അവസ്ഥ എന്താണ്? അങ്ങനെ അനുഭവിക്കുന്ന ആ സ്ത്രീ ഒരിക്കലും ഇത്രയും പെട്ടെന്ന് മാപ്പ് കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രത്തോളം എന്താ പറയുന്നത്, അത്രയും കരുണയും അങ്ങനെയൊക്കെ മനസാക്ഷിയുള്ള ഒരു സ്ത്രീയാണോ ഇവർ? അങ്ങനെയാണെങ്കിൽ ഈ യാമിനി തങ്കച്ചി കിടക്കേണ്ട ആ ഒരു സ്ഥാനത്തേക്കല്ലേ ഇവർ വലിഞ്ഞു കയറി വന്നിരിക്കുന്നത്? ആ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കണം. അപ്പോൾ ഇതാണ് ഇവിടെ പണം, പവർ എന്നൊക്കെയുള്ള കാര്യത്തിനാണ് ഇവിടെ വിലപ്പോയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇദ്ദേഹം ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇനിയും രാഷ്ട്രീയം അയാൾക്കും ഇനി ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അപ്പോഴത്തേക്കിന് രാജിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പം വന്നിരിക്കുകയാണ്, അതിൻ്റെ വക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം കാണിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു മാപ്പ് ചോദിക്കൽ. ഈ ബിന്ദു മേനോൻ്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കുകയും അവർ ആ മാപ്പിൽ ആ ഒരു ക്ഷമ കൊടുക്കുകയും ചെയ്തു. പിന്നെ ആളുകളുടെ മുമ്പിൽ ഇപ്പം വലിയ നല്ല പിള്ളയും നല്ല ഒരു ഭാര്യയും ഭർത്താവും എന്നുള്ള ലെവലിൽ ചിരിച്ച് വന്ന് സദസ്സിൽ വന്നിരിക്കുന്ന ഈ രണ്ട് വ്യക്തികളുടെയും, ഈ ഗണേഷ് കുമാർ എന്നുള്ള മനുഷ്യനെ മാത്രമല്ല പറയുന്നത്, ഈ ബിന്ദു മേനോൻ്റെയും തൊലിക്കെട്ടി ഇവരുടെ അങ്ങേയറ്റമാണ്. കാരണം ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇവർക്ക് വന്നിരിക്കാൻ, ഈ സ്ത്രീക്കും ഇതുപോലെ വന്നിരിക്കാൻ നാണമില്ലേ എന്നുള്ള കാര്യം അത്രയും ഇവരും ആ ഒരു ലെവലിൽ തന്നെയാണ് ഇവരും അധപ്പതിച്ചിരിക്കുന്ന ഒരു സ്ത്രീ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭർത്താവിനോടുള്ള അത്ര ഒരു ആത്മാർത്ഥത, ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ ഒറ്റ നിമിഷം കൊണ്ട് അങ്ങ് അലിഞ്ഞു പോയി എന്ന് പറയാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കത് തോന്നുന്നില്ല. കാരണം അങ്ങനെ എത്ര പെട്ടെന്ന് ഇതുപോലെ ഒരു സ്ത്രീയും സഹിക്കാൻ പറ്റുകയില്ലാത്ത ഒരു അവസ്ഥയാണ് ഈ കാണേണ്ടി വന്നിരിക്കുന്നത്. അത്രയും മോശപ്പെട്ട അവസ്ഥയിൽ ആണ് കണ്ടതെന്നാണ് പറഞ്ഞത്. മോശപ്പെട്ടതെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മോശപ്പെട്ട ലെവലിലുള്ള കാഴ്ചയാണ് ഇവർ കണ്ടതെന്ന് ഇവർ പറയുന്നുണ്ട്. ഇവരുടെ ഓഡിയോ ക്ലിപ്പിൽ അത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീ ഇത്ര പെട്ടെന്ന് ഭർത്താവിന് മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നതിൽ എന്തൊക്കെയോ ഇതുണ്ട്. ഒന്നെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് മെയിൽ കാര്യങ്ങളോ എന്തെങ്കിലും ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ എന്തെങ്കിലും പണത്തിൻ്റെയോ പവറിൻ്റെയോ മേലിൽ ഇവർ തല കുനിക്കേണ്ടി വന്ന് ഇവർ ആ ഒരു ലെവലിലേക്ക് വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.